സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി പലഹാരമെന്നോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്ത് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ നൂൽപ്പിട്ടിനൊക്കെ യൂസ് ചെയ്യില്ലേ, ആ അരിപ്പൊടിയാണ്. ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. കളറൊന്നും മാറരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അരിപ്പൊടി നല്ലോണം ചൂടായി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്തിട്ട് നൂൽപ്പിട്ടിന് മാവ് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം. തിളച്ച വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട്. കുറച്ച് നേരം നമുക്കിങ്ങനെ വെക്കാം. കൈ വെച്ച് കുഴയ്ക്കാൻ പാകത്തിന് വരെ മാറ്റി വയ്ക്കാം. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് ശർക്കര ഉരുക്കിയെടുക്കണം. 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലോണം ഉരുകി കിട്ടി. ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം മാവ് ഒന്ന് കൈ വെച്ച് കുഴയ്ക്കാൻ പാകത്തിന് തണുത്തുണ്ടാവും. അതിൻ്റെ ശേഷം മാവ് കുഴച്ചതിൻ്റെ ശേഷം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. കുറേശ്ശെ ചൂടേ ഉള്ളൂ കേട്ടോ. കുറച്ച് ചൂടുള്ളപ്പോൾ തന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കും. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഫില്ലിങ് റെഡി ആവണ വരെ ഇതൊന്ന് റെസ്റ്റ് ആവാൻ വെക്കാം. പാനിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. കളറൊന്നും മാറണ്ട, ഒന്ന് ചൂടാക്കിയെടുക്കാം. നാളികേരം ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ള അവിലാണ് ചേർക്കണേ. വെള്ള അവിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണുള്ളത് അത് യൂസ് ചെയ്യാട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിലൊന്ന് ചൂടാക്കി എടുക്കാം. അവിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനിയിൽ നാളികേര അവിലും കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഒരു തിക്കാക്കി എടുക്കാം. ശർക്കരപ്പാനി അവിലും നാളികേരത്തിലൊക്കെ നല്ലോണം പിടിച്ചു. ഈ സമയത്ത് നമുക്ക് അവിലൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടി 1 ടീസ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. പാല് വേണ്ട എന്നുള്ളവർ ഇതിന് പകരം വെള്ളം ആഡ് ചെയ്താലും മതിയിട്ട. അല്ലെങ്കിൽ ഫില്ലിങ്ങിൽ അതിൽ വല്ലാണ്ട് നമുക്ക് കടിക്കും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഒന്നും കൂടി തിക്കാക്കി എടുക്കാം. നമുക്ക് ഈ മിക്സ് റെഡിയായി. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. മാവിന്ന് കുറച്ചെടുത്ത് നമ്മുടെ നൂൽപ്പിട്ടിൻ്റെ അച്ചില് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ 1 ഇല എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് പരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് പിഴിയാൻ പോണത്. ഒരുപാട് കട്ടിയിൽ പിഴിയണ്ട, കുറച്ച് കനം കുറച്ചിട്ടൊന്ന് പിഴിഞ്ഞാൽ മതി. ഫില്ലിങ് നല്ലോണം തണുത്തുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ പിഴിഞ്ഞ മാവിലേക്ക് നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്തോരം ഫില്ലിങ് വേണോ അതനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്കിത് മടക്കാം. ഇങ്ങനെ മടക്കിയിട്ട് ഈ ഇലയുടെ അറ്റത്ത് നമുക്ക് ഒരു ഈർക്കിളി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇല അങ്ങോട്ട് തുറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അടപ്പുട്ട് റെഡിയായി ഉണ്ടാവും. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അടപ്പുട്ട് തണുത്തുണ്ട് കേട്ടോ. നമുക്ക് തുറക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ അടപ്പുട്ടിന്. ഇപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.